കോവയ്ക്കൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഉപ്പേരി വെച്ചാലോ? നമുക്കിതിന് കോവയ്ക്ക മസാല ഉപ്പേരി എന്നൊക്കെ വിളിക്കാം. അപ്പോൾ നമുക്ക് ഒരു സവാള വേണം. കോവയ്ക്ക ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് ഇങ്ങനെ ഉള്ളി ചട്നിക്കൊക്കെ മൂപ്പിച്ചെടുക്കില്ലേ, അതുപോലെ മൂപ്പിച്ചെടുക്കാം. ഞാൻ മുളക് ഓൾറെഡി മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇതിൽ മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഈ കോവയ്ക്ക ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇതൊരു 3/4 വേവായാൽ മതി. ബാക്കി നമുക്ക് ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയൊന്നുമല്ല. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കോവയ്ക്ക് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളിയും മുളകും കൂടി അരച്ചത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം കൂടുതലായതിനാൽ ഞാനതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി. എന്നിട്ട് എണ്ണ ഒഴിച്ച് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൂടെ തന്നെ നമുക്ക് കോവയ്ക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ഒന്ന് ഫ്രൈ ആയി വരണം. ഇത് ഒന്ന് കളറൊന്ന് ചേഞ്ചായി ഫ്രൈ ആയി വരണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിക്കുന്നുണ്ട്, കാരണം ഇതിലിപ്പോൾ എണ്ണ വളരെ കുറവാണ്. കോവയ്ക്കയും മസാലയും കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു അളവിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയും ഫ്രൈ ചെയ്യണം എന്നാവശ്യമുള്ളവർക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റ് കൂടും. ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന്